ഹായ്. ഇന്നും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ? അപ്പോൾ ഇന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തേത്. അത് വീട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ജെല്ലൊക്കെ തുറന്നതിന് ശേഷം എനിക്ക് കുറേ ഡ്രസ്സസ് ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് ചുമന്നുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം വീക്കെൻഡ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം ആയിട്ടാണ് വരുന്നത്. ഇച്ചിരി കഷ്ടപ്പാടാണ്. അപ്പോൾ ഞാൻ എല്ലാം എടുത്തിട്ട് അലക്കാനായിട്ട് പോവാണ്. അപ്പം ആ ഒരു വീക്ക് ഇട്ട ഡ്രസ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം അലക്കി ഉണക്കി എടുക്കണം. കാരണം ഇന്ന് വൈകിട്ട് ഞാൻ തിരിച്ച് ട്രിവാൻഡ്രം പോവാണ്. ശനിയാഴ്ച എനിക്ക് നല്ല മടിയായിരുന്നു, ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ അലക്കാനുള്ളതെല്ലാം കൊണ്ടുപോയി. അതിനുശേഷം ഞാൻ എൻ്റെ ബെഡൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പം എന്താ പണ്ടത് എനിക്ക് ഈ ഒരു സ്വഭാവമേ ഇല്ലായിരുന്നു. ഞാൻ എഴുന്നേറ്റ് ആ വഴി അങ്ങ് പോവായിരുന്നു സ്കൂളിലൊക്കെ പഠിച്ചിട്ടാണെങ്കിൽ. പക്ഷെ പിന്നെയാണ് ഈ ഒരു ബെഡ്ഷീറ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നീറ്റാക്കി വെക്കുന്നതിൻ്റെ ആ ഒരു ഗുഡൻസ് എനിക്ക് മനസ്സിലായത് ആക്ച്വലി. അപ്പം നമ്മൾ എപ്പോഴാണെങ്കിലും ഇങ്ങനെ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെങ്കിൽ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. പിന്നെ ആ റൂമിലോട്ട് കയറി ചെല്ലുമ്പോൾ പിന്നെ അതേപോലെ ഇത് വൃത്തിയായിട്ട് എടുക്കുമ്പോൾ പിന്നെയും കയറി കിടന്നതിൽ ഉറങ്ങാനുള്ള ടെൻഡൻസി നമുക്ക് കുറയും എന്നാണ് പഠനങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ബെഡ്ഷീറ്റൊക്കെ വെച്ചു. ആക്ച്വലി എനിക്ക് വൈറ്റ് കളർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ മിക്കപ്പോഴും വൈറ്റ് ബെഡ്ഷീറ്റ്സ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ്. അതുകൊണ്ട് എൻ്റെ റൂം ഫുള്ളും ഞാൻ വൈറ്റ് പെയിൻ്റ് അടിപ്പിച്ചത്. അതിനുശേഷം ഞാൻ താഴോട്ട് പോകുമ്പോൾ ഉള്ള ജെല്ലൊക്കെ തുറന്നിട്ടു. പിന്നെ എനിക്ക് നല്ല തൊണ്ടവേദനയൊക്കെ ഉണ്ടായിട്ട് കുറച്ച് ദിവസമായി. അപ്പം അമ്മ എനിക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കി തന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പം അച്ഛൻ്റെ ബുള്ളറ്റ് അവിടെ ഇരിക്കുന്നത് കണ്ടു. അച്ഛൻ്റെ അല്ല, അനിയൻ്റെ, രണ്ട് പേരുടെയും. അപ്പോൾ എനിക്കതൊന്ന് ഓടിച്ച് പഠിച്ചാലോ എന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് എടുത്ത് ഓടിച്ചോട്ടെ. ഞാൻ പെട്ടെന്ന് പഠിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഓടിച്ച് സെറ്റാക്കി പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്നപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മേന്ന് ഇടിയപ്പവും കിഴങ്ങേറിയായിരുന്നു. അപ്പം അതൊക്കെ നല്ലവണ്ണം കഴിച്ചു. ഹായ് ബേബ്സ്. ഇന്ന് എൻ്റെ ഒരു ക്ലീനിങ് ഇത് കാണാം കേട്ടോ. അപ്പം കുറച്ച് രാവിലെ എഴുന്നേറ്റ് ഞാൻ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുന്നെങ്കിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇനി എനിക്കുള്ളത് ക്ലീനിങ് ആണ്. അപ്പോൾ കുറച്ച് മെസ്സാണ് എൻ്റെ റൂം. അപ്പം ഞാൻ ഓർത്ത് പിന്നെ കുറച്ച് ഡസ്റ്റൊക്കെ ഉണ്ട്, എല്ലാം ഒന്ന് തട്ടി ക്ലീൻ ചെയ്യാമെന്ന്. സോ ലെറ്റ്സ് ഗോ. ഇനി അപ്പോൾ റൂം ക്ലീനിങ് ആണ്. അപ്പോൾ എൻ്റെ ആ ഒരു ലാപ്ടോപ്പ് വെച്ചിരിക്കുന്ന സ്പേസൊക്കെ എനിക്ക് ക്ലീൻ ചെയ്യണം. നിങ്ങൾക്ക് ആർക്കൊക്കെ ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്, പാട്ടിട്ടുകൊണ്ട് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് ക്ലീൻ ചെയ്യുക ഉള്ളത്? ആക്ച്വലി പാട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്യാറില്ല. പണ്ടൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഏതെങ്കിലും നല്ല പാട്ട് വരുമ്പോൾ ഞാൻ അവിടെ ഡാൻസും കളിച്ചുകൊണ്ടിരിക്കും. അതെൻ്റെ ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു മൈൻഡ് ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് ഫോക്കസ് ആവില്ല. അപ്പോൾ ഞാൻ എപ്പോഴും എന്തെങ്കിലും വീഡിയോ പ്ലേ ചെയ്തിട്ടായിരിക്കും ക്ലീനിങ് പരിപാടികൾ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഏതൊരു സിനിമയാണ് നെറ്റ്ഫ്ലിക്സിൽ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് കാണുമെന്നൊന്നും വേണ്ട, എനിക്ക് കേട്ടാലും മതി. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം അവിടെ ക്ലീൻ ചെയ്യാണ്. അപ്പോൾ എൻ്റെ ആ ഒരു ഡെസ്കിൽ ഞാൻ കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്, ലക്കി ബാമ്പു ഒക്കെ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഞാൻ മാറ്റി. ആക്ച്വലി എനിക്ക് പച്ചപ്പും ഹരിതാപയും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ടേബിളൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ എൻ്റെ ടേബിളിൻ്റെയൊക്കെ ലുക്ക് ഇങ്ങനെയാണ്. നല്ല രസമല്ലേ? ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നില്ലേ? എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്കില്ലെങ്കിലും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്രസ്സിങ് അലമാരയുടെ അവിടെയും കുറേ അല്ലറ ചില്ലറ സാധനങ്ങൾ ഞാനിങ്ങനെ വലിച്ചു വരിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തിരിച്ച് ഞാൻ പിറക്കി അടുക്കി ഒതുക്കി വെക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ തിരിച്ചൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ലാപ്ടോപ്പ് ബാഗും പിന്നെ എൻ്റെ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സും അതും ഇതും എല്ലാം അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം ഓരോന്നും പിറക്കി അതിൻ്റെ സ്ഥലത്ത് വെക്കുകയാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഡ്രസ്സിങ് ടേബിളിൻ്റെ ലുക്ക് നിങ്ങൾ കാണണം. ഉള്ളതെല്ലാം അതിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ ഞാൻ അതും ഓരോന്നായിട്ട് പിറക്കി വയ്ക്കുക. ആക്ച്വലി തീർന്ന സൺസ്ക്രീനിൻ്റെ ട്യൂബും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോന്നും കുപ്പിയും ഗ്ലാസും അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാം പിറക്കി ഓരോന്നും അതിൻ്റെ ബാഗിലും അതിൻ്റെ പ്ലേസിലും ഒക്കെ വെച്ച് പിന്നെ തീർന്ന സാധനങ്ങളൊക്കെ തിരിച്ച് വേസ്റ്റ് ബിന്നിലിട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ലക്കി ബാമ്പു 2 കൂടി ഒടിച്ചിട്ട് വന്നു അമ്മയുടെ ഗാർഡനിൽ. അത് ഞാനിങ്ങനെ ഗ്ലാസ് വെച്ചു. എനിക്കിങ്ങനെ ഭയങ്കര പച്ചപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഞാനൊരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആക്ച്വലി നല്ല മണമുള്ള വാനില ഫ്ലേവറിലുള്ള ക്യാൻഡിലാണ് അത്. വാനില സെൻറ്റുള്ള ക്യാൻഡിലാണത്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഏതോ ഒരു പാട്ട് വന്നപ്പോൾ ഞാൻ ഡാൻസ് ഇട്ട് കളിച്ച് നോക്കുകയാണ്. എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന്. എവിടെയെങ്കിലും ഏതെങ്കിലും പാട്ട് കേട്ടാൽ ചിലപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ക്ലീനിങ് മിക്കപ്പോഴും മുടങ്ങുന്നത്. ഞാൻ പാട്ട് കേൾക്കുമ്പം ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പം എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എൻ്റെ ടാസ്ക് വൈകും ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് എന്തൊക്കെയോ സ്റ്റെപ്പൊക്കെ ഇട്ട് നോക്കുകയാണ് കേട്ടോ. ഹലോ പീപ്സ്. ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ലുക്ക് മൈ ഡ്രസ്സിങ് ടേബിൾ, മൈ ബുക്ക് ഷെൽഫ്, ബുക്ക് ഷെൽഫ്
ആൻഡ് ബെഡിൽ ഇതുള്ള ആക്ച്വലി ഞാൻ ഇന്ന് തിരിച്ചിട്ട് വേണ്ട പോകും. സോ അത് പാക്ക് ചെയ്യാനുള്ള ബാഗ്സാണ്, അതെന്തായാലും കൊണ്ടു. ആൻഡ് ലുക്ക് മൈ ടേബിൾ. നിങ്ങൾക്ക് എൻ്റെ റൂമിൽ പച്ചപ്പ് കാണല്ലേ? 1 2 3 ആൻഡ് ഹിയർ ഇറ്റ് ഗോസ് 4. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, അങ്ങനെ അവിടെ കൊണ്ട് വെച്ചെന്തോ. ഓക്കെ, എനിക്ക് ഭയങ്കര പച്ചപ്പൊക്കെ ഇഷ്ടമാണ് കേട്ടോ. സോ എനിവേ, ഇനി നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം. പിന്നെന്താ കൊണ്ടുവരാനുള്ള കുറച്ച് അമ്മയുടെ പച്ചക്കറി ലിസ്റ്റിൽ നിന്ന് കുറച്ച് ഇസ്കാനുണ്ട് ഗായ്സ്, എനിക്ക് അവിടെ പോയി കുക്ക് ചെയ്യാൻ. അപ്പോൾ അതെല്ലാം പറക്കണം. എനിവേ ലെറ്റ്സ് ഗോ. കണ്ണി കുത്തി സോറി. കണ്ണിൽ കുത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു അന്ന് ഉച്ചക്കത്തെ എൻ്റെ ലഞ്ച്. നല്ല ബീഫ് ബിരിയാണിയും അച്ചാറും സാലഡും. അപ്പോൾ അതൊക്കെ നല്ല ആസ്വദിച്ചുകൊണ്ട് കഴിക്കുകയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലേ, ബീഫ് എൻ്റെ ഫേവറേറ്റ് സാധനമാണെന്ന്. എന്തില്ലെങ്കിലും ബീഫ് ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അത് കഴിഞ്ഞപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. അമ്മയുടെ അടുക്കളയിൽ നിന്ന് ഇസ്കിയ സാധനങ്ങളൊക്കെ കുറച്ചുണ്ട്. അപ്പം മുട്ടയുണ്ട്, കുറേ വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ ഓറഞ്ച് ഉണ്ട്, പിന്നെ പനീറുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം എനിക്ക് ബാഗിൽ പാക്ക് ചെയ്ത് വെക്കണം. പിന്നെ അതിൻ്റെ കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഉപ്പും മുളകാണ് പ്ലേ ചെയ്യുന്നത്. അപ്പം ഇതെൻ്റെ ഒരു ക്യാരക്ടർ ഇപ്പോൾ എന്തെങ്കിലും പ്ലേ ചെയ്തുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ ബെഡിൽ കുറച്ച് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ തിരിച്ച് പെറുക്കി ഒതുക്കി വെക്കുകയാണ്. കാരണം എനിക്ക് ട്രെയിനിന് പോകണമല്ലോ. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഉച്ച കഴിഞ്ഞു, എനിക്കൊന്ന് 2 മണി എന്തോ ആയെന്ന് തോന്നുന്നു. എല്ലാം അടുക്കി ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ റെഡി ആവാൻ കരുതി. വെയിറ്റ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആൻഡ് ഇറ്റ്സ് മീ ഭാവന ഭൗമൻ. അപ്പം ഞാൻ മേക്കപ്പൊക്കെ ചെയ്യാണ്. മേക്കപ്പ് എന്ന് പറയാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് റെഡി ആവാണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്പ് ചെയ്തിട്ടുണ്ട്, റെഡി ആവുന്നത്. ഗെറ്റ് റെഡി വിത്ത് മീ. സോ കാണാത്തവരുണ്ടെങ്കിൽ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഞാൻ ലിങ്ക് എന്തായാലും കൊടുത്തിരിക്കാം, ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലും ഒക്കെ കൊടുത്തിരിക്കാം. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ ഞാൻ റെഡിയായി സെറ്റായിട്ടുണ്ട്. ഇതാണ് ഇന്ന് ഞാൻ റീലിട്ടുണ്ട് പോകുന്ന ഡ്രസ്സ്. ഓക്കെ, അപ്പം ഇതാ കണ്ടോ, ആ ഒരു പച്ചപ്പ് കണ്ടു എന്നെ കണ്ണാടിൻ്റെ അവിടെ, നല്ല രസമല്ലേ? അപ്പം ഞാൻ ഇറങ്ങി വീട്ടിൽ നിന്ന് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ടാവും, കാരണം 4:30ക്കാണ് ട്രെയിൻ. അപ്പോൾ ഇതെൻ്റെ വീട്ടിലേക്ക് പോകുന്നുള്ള വഴിയിലെ പച്ചപ്പാണ് ഗൈസ്. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനെത്തി. ആൻഡ് ദിസ് ഈസ് ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ സ്റ്റേഷനെത്തി. പിന്നെ കുറച്ച് തിരക്കായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. 4 മണിക്കൊക്കെ ഇമാതിരി വെയിൽ, എന്ത് വെയിലാ! ഞാൻ ഇരിക്കുന്ന അങ്ങോട്ട് ആ ഒരു സൈഡിലേക്കായിരുന്നു വെയിലടിച്ച് മനുഷ്യൻ, എനിക്ക് ഒന്നാമത് മൈഗ്രെയിൻ എടുത്ത് ഞാൻ ചത്തില്ലെന്നേ ഉള്ളൂ. ഭയങ്കര വെയിലായിരുന്നു. പിന്നെ ട്രെയിനിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്കും. എങ്ങനെയൊക്കെയോ എനിക്ക് സീറ്റ് കിട്ടി. അപ്പം ഇതാ നോക്ക്, പുറത്ത് ആ ഒരു വ്യൂ കണ്ടോ. എന്തായാലും ഞാൻ എത്തി. പിന്നെ എത്തിക്കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്ത് കിടന്നുറങ്ങി. അപ്പം അത്രയേ ഉള്ളൂടാ. ഓക്കെടാ, ബൈ.